ദീപേ, നീ പറഞ്ഞത് ശരി തന്നെയാ. ഞാൻ നോക്കുമ്പോൾ രാജേഷ് ഏട്ടൻ വാട്സപ്പ് ലോക്കാക്കി വെച്ചേക്കുവാ. രാവിലെ വന്നയുടനെ സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് വിളിച്ചു നിർത്തി സന്ധ്യ അടക്കം പറഞ്ഞപ്പോൾ ദീപയ്ക്ക് കുളിര് കോരിപ്പോയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സന്ധ്യയെ, നിന്റെ രാജേഷ് ഏട്ടൻ എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന്. സന്ധ്യയുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കനൽ ഒന്നുകൂടെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദീപ പറഞ്ഞു. അല്ലെങ്കിലും സന്ധ്യയുടെയും അവളുടെ കെട്ടിയോൻ്റെയും മെയ്ഡ് ഫോർ ഈച്ച് അതർ കളി ദീപയുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇടയ്ക്കിടെ ഒരുമിച്ച് യാത്ര പോകുന്നു, ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. വേറെ ആർക്കും കെട്ടിയോനും കുടുംബമൊന്നും ഇല്ലാത്തതുപോലെ. ദീപയും സന്ധ്യയും വർഷങ്ങളായി ഒരേ സ്കൂളിലെ അധ്യാപികമാരാണ്, സുഹൃത്തുക്കളും. രാജേഷിൻ്റെയും സന്ധ്യയുടെയും പ്രണയവിവാഹമായിരുന്നു. സന്ധ്യയുടെ വീട്ടുകാർക്ക് വിവാഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. രാജേഷ് ബിസിനസ്സുകാരനാണെന്ന് തന്നെയായിരുന്നു കാരണം. സന്ധ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്നതും രാജേഷിൻ്റെ ബിസിനസ് നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് ഉയർന്നതും കാരണമാണ്. അവസാനം മനസ്സില്ലാ മനസ്സോടെയെങ്കിലും സന്ധ്യയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചത്. സാധാരണ എല്ലാ ബന്ധങ്ങളിലും എന്നതുപോലെ ഇടയ്ക്കിടെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടെങ്കിലും സന്തോഷകരമായിരുന്നു അവരുടെ ദാമ്പത്യം. വിവാഹം കഴിഞ്ഞ് വർഷം 3-4 കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുണ്ടാകാത്തതിൻ്റെ സങ്കടം ഒഴിച്ചാൽ സന്ധ്യയും സംതൃപ്തിയായിരുന്നു ജീവിതത്തിൽ. പക്ഷേ ഇതിപ്പോൾ 4-5 മാസമായി അവരുടെ മനസ്സമാധാനം നഷ്ടമായിട്ട്. ബിസിനസ്സിൻ്റേതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സന്ധ്യയോടുകൂടി ഡിസ്കസ് ചെയ്യുകയും അവളുടെ അഭിപ്രായങ്ങളും കൂടെ കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു രാജേഷിൻ്റേത്. അങ്ങനെ ഒളിവും മറവും ഒന്നുമില്ലാത്ത ഒരു ബന്ധം. രാജേഷിൻ്റെ പെൺസുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരെയും സന്ധ്യയ്ക്കും നല്ല പരിചയമാണ്. തിരിച്ചും അങ്ങനെ തന്നെ. എന്നിരുന്നാലും ദീപയെ രാജേഷിന് അത്ര പിടുത്തമല്ല. ഏഷ്യൻ്റെക്കാരിയാണെന്ന് എപ്പോഴും പറയുമെങ്കിലും ദീപ പറയുന്നതൊന്നും സന്ധ്യ മുഖവിലക്കെടുക്കാറില്ലെന്നറിയാവുന്നതുകൊണ്ട് അവരുടെ സൗഹൃദത്തിൽ ഇടപെടാൻ രാജേഷ് നിൽക്കാറുമില്ല. കുറച്ചൊക്കെ പൊസസീവ്നെസ് കാണിക്കുന്ന ഒരു ഭാര്യ തന്നെയാണ് സന്ധ്യയും. എന്നിരുന്നാലും രാജേഷിൻ്റെ സൗഹൃദങ്ങളിൽ കാര്യമില്ലാതെ ചിക്കിച്ചിക്കാനും അവൾ നിൽക്കാറുമില്ല. പക്ഷേ കുറച്ചു മാസങ്ങളായി രാജേഷ് തന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നത് പോലെ സന്ധ്യയ്ക്ക് തോന്നി തുടങ്ങി. ചോദിക്കുമ്പോഴൊക്കെ എല്ലാം നിന്റെ തോന്നലാണെന്ന് പറയും. ചിലപ്പോഴൊക്കെ ചാടിക്കയറാനും വരും. ബിസിനസ്സിൻ്റെ ടെൻഷനാണെന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചുവെങ്കിലും സന്ധ്യയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ഫോൺ കോളുകൾ വരുമ്പോൾ ഫോണുമെടുത്ത് തൻ്റെ അരികിൽ നിന്നും മാറുന്നതും അടക്കിപ്പിടിച്ച സംസാരത്തിൻ്റെ ദൈർഘ്യം കൂടുന്നതും രാജേഷിൻ്റെ വെപ്രാളവും താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോഴുള്ള പരിഭ്രമവും ഒക്കെ സന്ധ്യയുടെ സംശയങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങളായി. ഒരു ദിവസം സന്ധ്യ എന്തോ ഒരു ആവശ്യത്തിനായി രാജേഷിൻ്റെ ഫോൺ എടുത്തപ്പോഴാണ് അടുത്ത ഞെട്ടൽ. എത്രയോ കാലങ്ങളായി ഉപയോഗിക്കുന്ന ലോക്ക് പാറ്റേൺ മാറ്റിയിരിക്കുന്നു. അത് ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ 1-2 പറഞ്ഞ് ഇരുവരും തമ്മിൽ വഴക്കായി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള തൻ്റെ ദിവസത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പൊട്ടും പൊടിയും രാജേഷിനോട് പങ്കുവച്ചിരുന്ന സന്ധ്യയ്ക്ക് രാജേഷ് തന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ടെന്ന കാര്യം ആലോചിക്കുന്നത് തന്നെ അസഹനീയമായിരുന്നു. ജീവിതം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഉറപ്പിച്ച നമുക്കിടയിൽ ഒന്നും മറച്ചുവെക്കാൻ പാടില്ലെന്ന പരസ്പര ധാരണയാണ് തെറ്റിയതെന്ന ചിന്തയിൽ സന്ധ്യയുടെ ഉള്ളം പുകഞ്ഞു. ആദ്യമൊക്കെ ഓരോന്ന് പറഞ്ഞ് രാജേഷ് അനുരഞ്ജനത്തിന് ശ്രമിച്ചുവെങ്കിലും സന്ധ്യ ആഞ്ഞില്ല. നാൾക്കുനാൾ അവർക്കിടയിലെ പിണക്കവും ഈഗോയും വർദ്ധിച്ചു വന്നു. ഈ ശീതസമരം സന്ധ്യയുടെ സമനില തെറ്റിച്ചു തുടങ്ങിയിരുന്നു. ആരോടും ഒന്നും പറയുവാനും പറ്റില്ല എന്ന അവസ്ഥയിൽ അവൾ ആകെ വലഞ്ഞു. വീട്ടിലെത്തിയാൽ ആളെ മൊബൈൽ കയ്യിൽ നിന്നും താഴെ വയ്ക്കില്ല. അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ സന്ധ്യ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഒരു ദിവസം കടുത്ത മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ സ്കൂളിൽ വെച്ച് കരഞ്ഞപ്പോൾ ദീപ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സന്ധ്യ തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞും പോയി. അവൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയാൽ രാജേഷിന് എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് ഉറപ്പാണെന്നും അത് കയ്യോടെ പിടിക്കണമെന്നും ദീപ അടിവരയിട്ട് പറഞ്ഞു. ദീപയുടെ ശിക്ഷണത്തിൽ രാജേഷ് ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യുന്നത് സന്ധ്യ കണ്ടുപിടിച്ചുവെങ്കിലും അവൾ പരിശോധിച്ചപ്പോൾ കോൾ ഹിസ്റ്ററി ക്ലീനായിരുന്നു. പക്ഷെ വാട്സപ്പ് ലോക്ക് ചെയ്തിട്ടുണ്ട്. രാജേഷിന് മറ്റൊരു ബന്ധമെന്നത് സന്ധ്യയ്ക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവളുടെ ഊണും ഉറക്കവും ഒക്കെ നഷ്ടമായി. അങ്ങനെയിരിക്കെ താൻ ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തി രാജേഷ് ആരോടോ ഫോണിൽ അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നതും സന്ധ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ അവൾ ആകെ തകർന്നു. രാജേഷിനോട് മിണ്ടാൻ പോലും സന്ധ്യയ്ക്ക് തോന്നാതെയായി. രാജേഷ് പിന്നെയും സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും സന്ധ്യ പൊട്ടിത്തെറിച്ചു. അത് അയാളെയും പ്രകോപിപ്പിച്ചു. ഒരു ദിവസം രാവിലെ സന്ധ്യയെ കൊണ്ടുവിടാൻ വന്നപ്പോൾ വൈകുന്നേരം സ്കൂളിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വരാൻ വൈകുമെന്ന് അവിടെ വെച്ചറിഞ്ഞപ്പോൾ രാജേഷ് വന്ന് പിക്ക് ചെയ്തോളാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ സന്ധ്യയ്ക്കും എതിർക്കാനായില്ല. മീറ്റിംഗ് കഴിഞ്ഞു. സമയമേറെയായിട്ടും ആളെ കണ്ടില്ല. ഒടുവിൽ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് എന്തോ തിരക്കിൽപ്പെട്ടുപോയെന്നും വിളിക്കാൻ വരാൻ പറ്റില്ലെന്നും സന്ധ്യയോട് ഒരു ഓട്ടോ പിടിച്ചു വരാനും രാജേഷ് പറയുന്നത്.
ആകെ ക്ഷുഭിതയായി വീട്ടിലെത്തിയ സന്ധ്യ അന്ന് ആഹാരമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, വൈകി വീട്ടിലെത്തിയ രാജേഷിന് മുഖം കൊടുക്കാനോ സംസാരിക്കാനോ തയ്യാറായതുമില്ല. പക്ഷെ കഥ അവിടെ ഒന്നും അവസാനിച്ചില്ല. പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോൾ തലേന്ന് വൈകുന്നേരം ഒരു പെണ്ണിനൊപ്പം രാജേഷിനെ കോഫി ഷോപ്പിൽ കണ്ടുവെന്ന് ദീപ വന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊന്ന് കിടുങ്ങിയെങ്കിലും സന്ധ്യ അത് വല്ല ഫ്രണ്ട്സുമാവുമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. മനസ്സ് പുകഞ്ഞു കത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് സന്ധ്യയുടെ അനിയൻ വിളിച്ചത്. അളിയനെ തലേന്ന് ഒരു ഫ്രണ്ടിനൊപ്പം ഷോപ്പിൽ വെച്ചു കണ്ടെന്ന കാര്യം അവനും സംസാരത്തിനിടെ പറഞ്ഞപ്പോൾ സന്ധ്യയ്ക്ക് കാര്യങ്ങൾ ഏകദേശം ഉറപ്പായി. രാജേഷിൻ്റെ പഴയൊരു ക്ലാസ്മേറ്റായ നിഷയാണ് ആ പെണ്ണെന്നും അവൾ കണ്ടെത്തി. നിഷ പ്രവാസിയാണ്, ഡിവോഴ്സിയും. ആള് നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രം സന്ധ്യ അറിഞ്ഞിരുന്നില്ല. അന്നും രാത്രി കുറച്ച് വൈകിയാണ് രാജേഷ് എത്തിയത്. ആളല്പം മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ട്. സന്ധ്യ നിഷയുടെ പേരും പറഞ്ഞ് ചോദ്യം ചെയ്തതും ആദ്യമൊന്ന് പതറിയെങ്കിലും സന്ധ്യ ഓരോന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയതോടെ രാജേഷിൻ്റെ നിയന്ത്രണം വിട്ടു. നിങ്ങളും അവളും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്ന് സന്ധ്യ പറഞ്ഞതും അങ്ങനെയെങ്കിൽ നീ അങ്ങനെ തന്നെ കരുതിക്കോ എന്ന് പറഞ്ഞ് രാജേഷ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. സന്ധ്യയ്ക്ക് സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റമായിരുന്നു അത്. തൻ്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത ജീവിതം തകർന്നു. മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രമായി നിൽക്കുന്നതിന് പകരം മരിക്കുന്നതാണ് നല്ലതെന്ന ചിന്ത വന്നു അവളുടെ മനസ്സിൽ. രാജേഷിനെ അവൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. അവസാന നിമിഷം വരെ നിഷയുമായുള്ള ബന്ധം അവൻ നിഷേധിക്കുമെന്ന് സന്ധ്യ കരുതി. താൻ പ്രകോപിപ്പിച്ചത് കൊണ്ടാകാം അവൻ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും സന്ധ്യയ്ക്കുണ്ടായിരുന്നതുമില്ല. രാജേഷ് ആകട്ടെ ലക്ഷ്യമില്ലാതെ ആ രാത്രിയിൽ കാറിൽ വെറുതെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. സന്ധ്യയോട് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധം അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തിരികെ പോയി അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന ചിന്ത ഉറച്ചപ്പോഴാണ് വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇനി ഒരു ജന്മത്തിലും പരസ്പരം കാണാതിരിക്കട്ടെ. സന്ധ്യയുടെ മെസ്സേജ്. പിടയുന്ന മനസ്സോടെയാണ് അവളുടെ നമ്പർ ഡയൽ ചെയ്തത്. സ്വിച്ച് ഓഫ്. ദേഹം ആകെ മരവിക്കുന്നത് പോലെ രാജേഷിന് തോന്നി. വണ്ടി തിരികെ വീട്ടിലേക്ക് പറപ്പിക്കുകയായിരുന്നു രാജേഷ്. മുൻപിലെ ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല. രാജേഷ് ഓരോ മുറികളിലായി വേപതുവോടെ അവളുടെ പേര് അലറി വിളിച്ച് നടന്നുവെങ്കിലും ആളില്ല. അടച്ചിട്ട ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടാണ് രാജേഷ് തട്ടി നോക്കിയത്. ലോക്കാണ്. സന്ധ്യയുടെ പേരും വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് അയാൾ വാതിൽ തല്ലി പൊളിച്ചത്. ലോക്ക് നീക്കിയ നിമിഷം അകത്തേക്ക് കടന്ന രാജേഷ് കണ്ടത് കയ്യിൽ നിന്നും പരന്നൊഴുകുന്ന ചോരയുമായി അബോധാവസ്ഥയിൽ കിടക്കുന്ന സന്ധ്യയെയാണ്. എങ്ങനെയാണ് ഹോസ്പിറ്റൽ വരെ എത്തിയതെന്ന് രാജേഷിന് തന്നെ അറിയില്ല. രാജേഷിൻ്റെ സുഹൃത്ത് അരുൺ അവിടെ ഡോക്ടറാണ്. ആകെ തളർന്നു പോയിരുന്നു രാജേഷ്. സന്ധ്യയില്ലാതെ ഒരു നിമിഷം പോലും താനും ജീവിക്കില്ലെന്നുറപ്പിച്ച നിമിഷമാണ് സന്ധ്യയ്ക്ക് ബോധം വന്നതെന്ന് അരുൺ വന്നു പറയുന്നത്. നെറ്റിയിൽ അധരങ്ങൾ അമരുന്നതും കവിളിൽ കണ്ണുനീർ തുള്ളികൾ ഇറ്റുവീണതും അറിഞ്ഞാണ് സന്ധ്യ അടച്ചുവെച്ച മിഴികൾ തുറന്നത്. നിറഞ്ഞ മിഴികളുമായി രാജേഷ്. പക്ഷെ അവൾ ആകെ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. അവൾ ഒന്ന് സ്റ്റേബിളായിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് അരുൺ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ രാജേഷിന് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് അരുൺ അപേക്ഷിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ സന്ധ്യ സംബന്ധം മൗനത്തിലൊളിപ്പിച്ചു. മുറിയിലേക്ക് വന്നയാൾ ആദ്യം തന്നെ കാലിൽ മുഖം ചേർത്തതും ഒരു പിടച്ചിലോടെ സന്ധ്യ കാല് വലിച്ചു. സോറി, ഞാൻ നിന്നെ ചതിച്ചിട്ടൊന്നും ഇല്ലടി. പക്ഷെ എനിക്കൊരു തെറ്റുപറ്റി. അത് ഞാൻ നിന്നിൽ നിന്നും മറച്ചു വെച്ചു. നിഷ എല്ലാവരെയും പോലെ ഒരു സുഹൃത്തായിരുന്നു അവളും എനിക്ക്. നമ്മുടെ ബിസിനസ് തകർന്നു തുടങ്ങിയ അവസ്ഥയിൽ അന്നത് നിന്നോട് പറയാൻ എനിക്ക് തോന്നിയില്ല. ഒരു കുഞ്ഞില്ലാത്ത വിഷമം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതും കൂടി നിന്നോട് പറയേണ്ടെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല അതെനിക്ക് മാനേജ് ചെയ്യുവാനും എന്നൊരു ഓവർ കോൺഫിഡൻസും. എപ്പോഴോ എന്തോ സംസാരിക്കുന്നതിനിടയിൽ നിഷയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ കുറച്ച് കാശ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അയാൾ ഒന്ന് നിശ്വസിച്ചു. സന്ധ്യയെ നോക്കി. അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. കടത്തിൻ്റെ കാര്യമൊന്നും നിന്നോട് പറയാത്തത് കൊണ്ട് ഇതും പറയാൻ തോന്നിയില്ല. ഉടനെ തന്നെ മടക്കി കൊടുക്കാമെന്ന് കരുതിയിരുന്നു. പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. കോവിഡും ലോക്ക്ഡൗണും എല്ലാം ബിസിനസ് പഴയതിലും മോശമാക്കി തുടങ്ങി. പണത്തിൻ്റെ കാര്യവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നിഷ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങി. ഞാനും ബിസിനസ്സിലെ വിഷമങ്ങൾ അവളോട് പറഞ്ഞു. പക്ഷേ രാജേഷ് വീണ്ടും അവളെ തന്നെ നോക്കി. സന്ധ്യ അവനെ തന്നെ തറച്ചു നോക്കുന്നുണ്ടായിരുന്നു. പതിയെ എപ്പോഴോ അവളുടെ സംസാര രീതി മാറി തുടങ്ങി. സുഹൃത്തെന്നതിൽ നിന്നും അവളുടെ ഭാവം മാറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് എനിക്കതിനൊന്നും പറ്റില്ലെന്ന്. നിന്നെ മറന്ന് ഒന്നിനും പറ്റില്ല എന്ന്. സന്ധ്യ മിഴികൾ ഇറുക്കി അടച്ചു. അപ്പോൾ അവൾ കാശിൻ്റെ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി.
ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടതുപോലെയായിരുന്നു ഞാൻ. ആദ്യമേ കാര്യങ്ങൾ പറയാത്തതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം പറയുമ്പോൾ നീ എങ്ങനെ എടുക്കുമെന്ന് പേടി ഒരു വശത്ത്, നിഷയുടെ പരോക്ഷമായി തുടങ്ങിയ ഭീഷണികൾ പ്രത്യക്ഷമായി തുടങ്ങിയത് ഒരു മറുവശത്ത്. തിരികെ കൊടുക്കാനുള്ള ക്യാഷിന് വേണ്ടിയുള്ള നെട്ടോട്ടം വേറെയും. എന്ത് ചെയ്യണമെന്നറിയാതെ രാജേഷ് ഇരു കൈ കൊണ്ട് മുഖം മറച്ചപ്പോൾ സന്ധ്യയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ പതിയെ എഴുന്നേറ്റു. രാജേഷ് പൊടുന്നനെ അവൾ കരികിലെത്തി ഇരു കൈയും കൂട്ടിപ്പിടിച്ചു. നിന്നെ മറന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല, എനിക്കതിന് കഴിയില്ലടി. സന്ധ്യയുടെ മുഖം കനത്ത് തന്നെയായിരുന്നു. നിങ്ങൾ അന്ന് അവളെ കാണാൻ പോയത്? അവൾ നാട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞ് പണം തിരിച്ചു വേണമെന്ന് പറഞ്ഞു വിളിച്ചു. മുഴുവനുമില്ലെങ്കിലും കയ്യിലുള്ളത് തിരിച്ചു കൊടുക്കുവാനും ബാക്കിയുള്ളതിന് അവധി ചോദിക്കുവാനും പോയതാണ്. എന്നിട്ട് അവൾ പറയേ, പൈസ ഉടനെ കൊടുത്തില്ലെങ്കിൽ നിന്റെ അടുത്ത് പറയുമെന്ന് പുതിയ ഭീഷണി. എന്താണ് അവളുടെ ആവശ്യം? അത് രാജേഷ് ഒന്ന് മടിച്ചു. പിന്നെ പറഞ്ഞു, ഞാൻ അവളുടെ കൂടെ നിൽക്കണമെന്ന്. എന്നിട്ട് നിങ്ങളെന്ത് തീരുമാനിച്ചു? നിന്നോടെല്ലാം തുറന്നു പറയാൻ. എന്നിട്ട് ഞാൻ ഡിവോഴ്സ് തരികയാണെങ്കിൽ അവളുടെ കൂടെ പോയി പൊറുക്കുവോ? സന്ധ്യയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി രാജേഷ്. ഞാൻ ഒരുത്തിയെ സ്നേഹിച്ചിട്ടുള്ളൂ, ആഗ്രഹിച്ചിട്ടുള്ളൂ. കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവളോടൊപ്പം മാത്രമായിരിക്കും. വാക്കുകൾ ഉറച്ചതായിരുന്നു. അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത്. പൊടുന്നനെ സന്ധ്യയുടെ കൈ തൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ചതും രാജേഷ് ഞെട്ടി. അയാൾ പകപ്പോടെ അവളെ നോക്കി. ഞാൻ ചത്തുപോയിരുന്നെങ്കിലോ? രാജേഷ് ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ കെട്ടിപ്പിടിച്ചു. ഞാനും വരുമായിരുന്നു, എനിക്ക് നീയില്ലാതെ പറ്റില്ലല്ലോ. ശബ്ദം വല്ലാതെ നേർത്തിരുന്നു. ഇരുവരുടെയും മിഴികൾ ഒരുപോലെ നനഞ്ഞു. 2 ദിവസം കഴിഞ്ഞുള്ള ഒരു വൈകുന്നേരം ഫ്ലാറ്റിൽ കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ നിഷ വാതിൽ തുറന്നു. മുൻപിൽ സന്ധ്യയെ കണ്ടതും അവളൊന്ന് പതറി. വരൂ. സന്ധ്യ അകത്തേക്ക് കടന്ന് ചുറ്റും നോക്കി. സന്ധ്യ ഇരിക്കൂ. ഇരിക്കുന്നില്ല നിഷ, ഒരു കാര്യം പറയാൻ വന്നതാണ്, ഇത് തരാനും. ബാഗിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുത്ത് അവൾ നിഷയുടെ കൈ പിടിച്ചു അതിൽ വെച്ചു. എൻ്റെ ഭർത്താവിനെ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിഷയുടെ മുഖം വിളറി. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തത് പലതുമുണ്ട് നിഷ, എന്നെങ്കിലും അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സന്ധ്യയുടെ ശബ്ദം ശാന്തമായിരുന്നു. ഞങ്ങൾക്കുള്ളതൊക്കെ വിറ്റുപറിക്കുകയാണിത്. എൻ്റെ ഭർത്താവിനും വലുതല്ല എനിക്കൊന്നും. അവളുടെ നോട്ടം കൂർത്തു. വാങ്ങിച്ചത് രാജേഷ് ആണെങ്കിലും ഞാൻ തന്നെ ഇത് കൊണ്ടുവന്നത് ഇനി നിന്റെ നോട്ടം പോലും എൻ്റെ ഭർത്താവിൽ പതിക്കാതിരിക്കാനാണ്. നിന്നെ പേടിച്ചിട്ടല്ല, അതെനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട്. കേട്ടല്ലോ? സന്ധ്യയുടെ ശബ്ദം കനത്തു. അപ്പോൾ ഗുഡ് ബൈ, ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ. പ്രതീക്ഷിക്കാതെ നടന്ന രംഗങ്ങളിൽ നിഷ പകച്ചു നിൽക്കവേ സന്ധ്യ തിരിഞ്ഞു നടന്നു. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. എന്തു തന്നെയായാലും ഞാൻ കൂടെ നിൽക്കുമെന്ന് അറിയില്ലേ? ഞാൻ വിഷമിക്കരുതെന്ന് വിചാരിച്ച് മറച്ചുവെച്ച കാര്യത്തിനാണ് ഞാൻ ജീവൻ കളയാൻ തുടങ്ങിയത്. നിഷയ്ക്ക് കാശ് കൊടുത്ത് തിരികെ പോകുമ്പോൾ കാറിൽ വെച്ച് സന്ധ്യ രാജേഷിനോടായി പറഞ്ഞു. അയാളുടെ മുഖത്ത് മാസങ്ങളായി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്യ പരിഹാരമായതിലെ ആശ്വാസത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു. കുറച്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞ് സന്ധ്യ തിരികെ എത്തിയതും ദീപ സ്റ്റാഫ് റൂമിന് പുറത്ത് വെച്ച് ആകാംക്ഷയോടെ അവളെ തടഞ്ഞു നിർത്തി. എന്തായി കാര്യങ്ങൾ? നീ ഡിവോഴ്സിന് കൊടുക്കുന്നില്ലേ? അത് ഞാൻ രാജേഷ് ഏട്ടനോട് സംസാരിച്ചു. പുള്ളിക്കിപ്പോൾ ഡിവോഴ്സിന് സമയമില്ലെന്ന്. സന്ധ്യ പറഞ്ഞതും ദീപ അവളെ തുറച്ചു നോക്കി. അതേന്ന്, അങ്ങേർക്ക് തിരക്കാണെന്ന്. ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ നോക്കാന്ന്. കിളിപ്പോയി നിൽക്കുന്ന ദീപയെ നോക്കി ഒന്ന് കണ്ണീർക്കി കാണിച്ച് സന്ധ്യ തിരിഞ്ഞു നടന്നു. ഇവളിതെന്തോന്ന് ഒരു ആത്മാഭിമാനമില്ലാതെ. സ്വന്തം ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ അറിഞ്ഞിട്ടും വീട്ടുകാരെയും നാട്ടുകാരെയും ഓർത്ത് അടങ്ങി ഒതുങ്ങിക്കഴിയുന്ന സംതൃപ്തിയായ ഭാര്യയാണ് താനെന്ന് ഒരു നിമിഷത്തേക്ക് ദീപ മറന്നുപോയിരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തെയോ അനുഭവത്തെയോ വെച്ച് സ്വന്തം പ്രശ്നങ്ങളെ വിലയിരുത്തരുതെന്ന തിരിച്ചറിവിലായിരുന്നു സന്ധ്യയും. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ കെട്ടിയവളുടെ കയ്യിൽ നിന്നും ഇനിയും വാങ്ങി കൂട്ടേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ രാജേഷും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.